15-ാം ദിവസം ഞാൻ ക്രിസ്തുവിന് വേണ്ടി എന്തു ചെയ്യണം? ഹവ്വയും ആദാമും പാപം ചെയ്തു. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ദൈവം അവർക്ക് വിരിച്ചു കൊടുത്തു. എന്നാൽ ദൈവം അവരെ ഉപേക്ഷിക്കുന്നില്ല. നഗ്നരാണെന്ന് മനസ്സിലാക്കി ഒളിക്കുവാൻ ശ്രമിക്കുന്ന അവരെ വസ്ത്രമുണ്ടാക്കി അണിയിച്ചു. പാപ വഴിയെ പോകുന്ന ലോകത്തെ താൻ സൃഷ്ടിച്ചു പോയല്ലോ എന്ന് ദൈവം ദുഃഖിക്കുന്നു. പാപത്തിൻ്റെ പ്രത്യാഘാതം മഹാപ്രളയം അനുഭവിക്കുവാൻ മനുഷ്യനെ അനുവദിക്കുന്നു. എന്നാൽ അവിടുന്ന് ലോകത്തെ കൈവെടിയുന്നില്ല. ലോകവുമായി ഒരു സ്നേഹ സൗഖ്യം പ്രഖ്യാപിക്കുന്നു. ജനതകൾക്ക് ഒരു വിളക്കാകാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കേട്ട് തൻ്റെ പോരായ്മകളെ എണ്ണി എണ്ണി പറയുന്ന ജെറമിയയെ ദൈവം പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും തകിടം മറിക്കുവാനും പണിതുയർത്തുവാനും നട്ടുവളർത്തുവാനും നിയോഗിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവേ, ഞാൻ പാപിയാണ്, എന്നിൽ നകന്നു പോകണമേ എന്നപേക്ഷിച്ച പത്രോസിനെ യേശു പേടിക്കേണ്ട, ഇപ്പോൾ മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞ് തൻ്റെ ശിഷ്യനാക്കി. ശിഷ്യരിൽ ഒന്നാമനായി തന്നെ. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ആധ്യാത്മിക സാധനയിൽ പാപത്തെ പറ്റിയുള്ള ധ്യാനങ്ങളുടെ അവസാനം അനുതാപത്തിലോ കുമ്പസാരത്തിലോ അല്ല, ധ്യാനിക്കുന്ന വ്യക്തി ക്രൂശിതൻ്റെ മുമ്പിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഞാൻ ക്രിസ്തുവിന് വേണ്ടി എന്തു ചെയ്തിരിക്കുന്നു? എന്തു ചെയ്യുന്നു? എന്താണ് ചെയ്യേണ്ടത്? ഹൃദയഭേദകമായി കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന അവിടത്തോട് ഉള്ളിൽ തോന്നുന്നതുപോലെ സംസാരിക്കുക. ഹൃദയത്തിൽ നിന്ന് കർത്താവിനോട് സംസാരിക്കുക. ആമേൻ.